അന്താരാഷ്ട്ര ടി20യിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് റോളിൽ കസറിയിട്ടും ഈ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടയാൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസൺ. നിലവിലെ ടി20 ടീമിൽ കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ പോലും ഇല്ലാതെ അദ്ദേഹം വട്ടം കറങ്ങുകയാണ് എന്ന് പറയാം. ടി20യിൽ മോശം റെക്കോർഡായിട്ടും ശുഭ്മൻ ഗില്ലാണ് ഓപ്പണിംഗിൽ ഇറങ്ങുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ടാണ് സഞ്ജുവിനെ മാറ്റി പകരം ഗില്ലിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ചൊവ്വാഴ്ച തുടങ്ങാനിരിക്കുന്ന ടി20 പരമ്പരയ്ക്ക് മുന്നോടിയായി തന്നെ കട്ടക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ. ഏഷ്യ കപ്പും ഓസ്ട്രേലിയക്കെതിരായ ടി20 പരമ്പര എന്നിവയ്ക്കും ശേഷമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഇന്ത്യക്ക് വേണ്ടിയും ശുഭ്മൻ ഗിൽ ഓപ്പൺ ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നുകൂടി പറയുന്നു. പരിക്കിൽ നിന്നും മോചിതനാവാത്തതിനാൽ തന്നെ അദ്ദേഹം ഈ പരമ്പരയിൽ തന്നെ കളിച്ചേക്കില്ലെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഫിറ്റ്നസ് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ വീണ്ടെടുത്തതോടെ ഗിൽ ടീമിനൊപ്പം ചേരുകയായിരുന്നു എന്നുകൂടി പറയുന്നു. ടി20 ടീമിൽ ഗിൽ സ്ഥാനം അർഹിക്കുന്നുവെന്നും സഞ്ജു സാംസൺ ഓപ്പണർ ആകും മുൻപ് തന്നെ ഈ റോളിൽ അദ്ദേഹമാണ് ഇന്ത്യക്കായി കളിച്ചിരുന്നതെന്നും സൂര്യകുമാർ യാദവ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടീം കോമ്പിനേഷന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും തന്നെ വരുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിക്കറ്റിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നതെന്നും പറയുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ തന്നെ മറ്റു മാറ്റങ്ങളൊന്നും വരുത്താനും താല്പര്യമില്ല എന്നും പറയുന്നു. സഞ്ജു സാംസൺ മുൻനിരയിൽ കളിക്കാൻ സാധിക്കുന്നയാളാണെന്നും പറയുന്നുണ്ട്. ഓപ്പണറായി അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷെ ടീമിൽ സ്ഥാനം അർഹിക്കുന്നയാളാണ് ശുഭ്മൻ എന്നും ശ്രീലങ്കയിലുള്ള പരമ്പരയിൽ സഞ്ജുവിനേക്കാൾ മുൻപ് ഓപ്പണിംഗിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിനെ മാറ്റി ഓപ്പണിംഗിലേക്ക് അവനെ കൊണ്ടുവരികയും ചെയ്തതെന്ന് എടുത്തു പറയുന്നുണ്ട്. എങ്കിലും സഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും തന്നെ ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും തന്നെ സൂര്യ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിലെ ടി20 ടീമിൽ ഓപ്പണർമാർക്ക് മാത്രമേ സ്ഥിരമായ പൊസിഷൻ ഉള്ളൂ എന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പണർമാർ ഒഴികെ തന്നെ ബാക്കിയുള്ളവരെ എല്ലാം തന്നെ എവിടെയും കളിക്കാൻ സാധിക്കുന്നവരായിരിക്കണമെന്നും എടുത്തു പറയുന്നുണ്ട്. അവർ അതുമായി തന്നെ പൊരുത്തപ്പെടുകയും വേണമെന്നതും കൃത്യമായ കാര്യമാണ്. ഗില്ലും സഞ്ജുവും ഞങ്ങളുടെ പ്ലാനുകളുടെ ഭാഗമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത റോളുകളിൽ പെർഫോം ചെയ്യാനും അവർക്ക് കഴിയുന്നൊരു കാര്യം കൂടിയാണ്. ഒരു ടീമിനെ സംബന്ധിച്ച് ഇത് വലിയൊരു മുതൽക്കൂട്ടും നല്ലൊരു തലവേദനയും ഒരേ സമയത്താകാമെന്ന് സ്കൈ കൂട്ടിച്ചേർക്കുകയും ചെയ്തത് കൃത്യമായ ഒരു കാര്യം പറയുന്നത് പോലെ തോന്നി. അതേസമയം കഴിഞ്ഞ വർഷം ജൂലൈ മുതലുള്ള ടി20യിലെ ബാറ്റിംഗ് പ്രകടനം താരതമ്യം ചെയ്യുമ്പോൾ ഗില്ലിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് സഞ്ജു തന്നെയാണ്. 19 മത്സരങ്ങളിൽ നിന്നും 33.46 ശരാശരിയിൽ 136.4 സ്ട്രൈക്ക് റേറ്റോടെ തന്നെ 502 റൺസാണ് ഗിൽ സ്കോർ ചെയ്തത്. 2 50കൾ മാത്രമേ ഇതിലുള്ളൂ. ഉയർന്ന സ്കോർ 66 റൺസുമാണ്. എന്നാൽ സഞ്ജു 13 ടി20കളിലായി 34.75 ശരാശരിയിൽ 182.89 എന്ന കിടിലൻ സ്ട്രൈക്ക് റേറ്റോടെ 417 റൺസും അടിച്ചെടുത്തു. 3 സെഞ്ചുറികൾ തന്നെ ഇതിലുണ്ടെന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. 2 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ആയിരുന്നുവെങ്കിൽ തന്നെ 1 ബംഗ്ലാദേശിനെതിരെയുമായിരിക്കുമെന്ന് എടുത്തു പറയുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയുമായുള്ള ഇന്ത്യയുടെ ആദ്യ ടി20 പോരാട്ടം ചൊവ്വാഴ്ച രാത്രി നടക്കാനിരിക്കവേ ഇന്ത്യൻ ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് ഒരൊറ്റ കാര്യമാണെന്ന് പറയാം. വിക്കറ്റ് കീപ്പർ റോള് കളിക്കാൻ ഇറങ്ങുക ആരായിരിക്കുമെന്ന ചോദ്യം. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും ഈ റോളിന് മത്സരത്തിലുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.